JEE Advanced 2025 മാത്തമാറ്റിക്സ് പേപ്പർ 1 കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ പ്രോബബിലിറ്റിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. S1, S2, S3 ആർ ഗിവൺ ടു സോൾവ് ദ പ്രോബ്ലം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. യു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് S1, S2, S3 ക്യാൻ സോൾവ് ദ പ്രോബ്ലം. വി എന്ന് പറയുമ്പോൾ S1 ക്യാൻ സോൾവ് ദ പ്രോബ്ലം given that neither S2 nor S3 can solve the problem. W, S2 can solve the problem and S3 cannot solve the problem. T, S3 can solve the problem. For any event E, let P of E denote the probability. Probability denote ചെയ്യുന്നു. P of U, V, W. ഈ പറഞ്ഞിരിക്കുന്ന മൂന്നിൻ്റെയും യു, വി, എ, ഡബ്ല്യു ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. P of T കണ്ടുപിടിക്കണം. നമുക്ക് വെൻ ഡയഗ്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവും. നമുക്കൊന്ന് വെൻ ഡയഗ്രം വരയ്ക്കാം. See, using Venn diagram, S1, S2, S3. Three students are given, solve the problem. Consider you at least one of them, S1, S2, S3. അപ്പോൾ P of U എന്ന് പറയുന്നത് S1 യൂണിയൻ S2 യൂണിയൻ S3 അറ്റ്ലീസ്റ്റ് വൺ കംപ്ലീറ്റ് ചെയ്യും. അത് തന്നിരിക്കുന്നു 1/2. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, S1, S2, S3 എല്ലാം കൂടെ ചേർത്ത് 1/2 ആണെങ്കിൽ അതിന് പുറത്തു വരുന്നത് 1/2 ആയിരിക്കും അല്ലെ. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അതിന്റെ കോംപ്ലിമെന്റ് S1, S2, S3 ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ഇതിനകത്ത് ഈ സർക്കിളിനകത്ത് കംപ്ലീറ്റ് 1/2 വരും. അവർ തന്നിരിക്കുന്നതാണ്, നമ്മൾ കണ്ടുപിടിച്ചതൊന്നുമല്ല. P of U 1/2 ആണ്. വി എന്ന് പറയുന്നത് S1 ക്യാൻ സോൾവ് ദ പ്രോബ്ലം given that neither S2 nor S3 can solve the problem. അപ്പോൾ P of V എന്ന് പറഞ്ഞാൽ probability of S1 can solve the problem given that neither S2 nor S3. S2 ചെയ്യരുത്, S3 ചെയ്യരുത്. This is P of V. S1 given, neither S2 nor S3. ഇപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് P of V 1/10 എന്നവർ തന്നിട്ടുണ്ട്. 1/10 is equal to ഇതിന്റെ എല്ലാ ഇന്റർസെക്ഷൻ P of S1 intersection S2 union S3 complement by P of S2 union S3 complement. അല്ലെ, A given B is P of A intersection B divided by P of B. See, ഇതിനകത്ത് നിങ്ങൾക്ക് 1/10 is equal to S1 intersection S2 union S3 complement. അതായത് S2ന് S3ക്കും പുറത്ത് ഇന്റർസെക്ഷൻ വിത്ത് S3. അപ്പൊ ഈ പോർഷൻ അല്ലേ ഉദ്ദേശിക്കുന്നത്. ഈ പോർഷൻ അല്ലേ ഉദ്ദേശിക്കുന്നത്. ഇൻസൈഡ് S1, S2, S3. ഞാനിപ്പോ ഇതിനെ ഒരു എ എന്ന് വിളിക്കുവാന്നിരിക്കട്ടെ. ഇത് എ. S2 യൂണിയൻ S3 ഹോൾ കോംപ്ലിമെന്റ്.
S2 യൂണിയൻ S3 എന്ന് പറഞ്ഞാൽ ഇതാണ് S2, ഇതാണ് S3. ഇതിന്റെ രണ്ടിന്റെയും പുറത്ത് വരണം. അതിന്റെ രണ്ടിന്റെയും പുറത്ത്, അതായത് മനസ്സിലാവുന്നുണ്ടോ? S2 S3 ചേർത്ത്, അതായത് ഈ രണ്ട് സർക്കിൾ ചേരും. അതിന് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ ഈ റെഡും വരും, പിന്നെ സർക്കിളിന് പുറത്തുള്ള 1/2 വരും. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുവാണ്, വിച്ച് ഇസ് ഈക്വൽ ടു A divided by A plus half. A plus half. ഈ പ്രോബബിലിറ്റി എഴുതുവാണെങ്കിൽ ടോട്ടൽ താഴെ എഴുതിയാൽ കട്ടായി പോകും അല്ലെ? ഇപ്പൊ ഈ റിസൾട്ട് എഴുതണമെന്നൊന്നുമില്ല. സാമ്പിൾ സ്പേസ് ഇത് വരും. ഫേവറബിൾ ആയിട്ടുള്ളത് ന്യൂമറേറ്ററിൽ എഴുതും. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഫോർമുലയിലേക്ക് ഞാൻ വന്നിട്ടില്ല. എ ഗിവൺ ബി എന്ന് പറയുമ്പോൾ ബി സാമ്പിൾ സ്പേസ് ആയിട്ട് എടുത്തിട്ട് ബിക്ക് ഫേവർ ആയിട്ടുള്ളത് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതും. അപ്പോൾ S2 യൂണിയൻ S3 കോംപ്ലിമെന്റ് ആണ് ഞാൻ A പ്ലസ് ഹാഫ് എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം S2 യൂണിയൻ S3 ഇതാണ്, അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഈ റെഡും വരും, സർക്കിളിന് പുറത്തുള്ള ഹാഫും വരും. അപ്പൊ ടോട്ടൽ അത് എഴുതി. ന്യൂമറേറ്ററിൽ ഞാൻ ഈ പുറത്തെടുത്തിരിക്കുന്നതിൽ S1 വരുന്നത് A മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഫോർമുല എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇത് എഴുതാവുന്നതേ ഉള്ളൂ. A പ്ലസ് ഹാഫ്. സി, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കൂ. A പ്ലസ് ഹാഫ് ഈക്വൽ ടു 10A. ഹാഫ് ഈക്വൽ ടു 9A. A is equal to 1/18. A is equal to 1/18. അപ്പൊ ഈ പോർഷൻ 1/18 എന്ന് കിട്ടി. ഇനി P of W തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P of T ആട്ടോ. We evaluate P of T. T എന്ന് പറഞ്ഞാൽ എന്താണ്? S3 can solve the problem. S3 പ്രോബ്ലം സോൾവ് ചെയ്യണം. അതായത് ഈ ബ്ലൂ പോർഷനിൽ ഉദ്ദേശിക്കുന്നത് P of T എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ അല്ലെ? S3 സോൾവ് ചെയ്യണം. അതിനിപ്പോ വേറെ ആര് കൂടെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. S3 ക്യാൻ സോൾവ് ദ പ്രോബ്ലം. അപ്പൊ ശരിക്കും S3 സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞാല് ഇത് ടോട്ടൽ ഈ 3 സർക്കിളോട് ചേർത്താൽ ടോട്ടൽ ഹാഫാണ് അല്ലെ? ടോട്ടൽ ഈ 3 സർക്കിളോട് ചേർത്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ യൂണിയൻ ഹാഫാണ്. ആ ഹാഫിൽ നിന്ന് ഞാൻ റെഡ് സബ്ട്രാക്ട് ചെയ്യണം. ശരിയല്ലേ? ഹാഫിൽ നിന്ന് ഈ റെഡ് സബ്ട്രാക്ട് ചെയ്യണം. അത് കൂടാതെ ഇതും എനിക്ക് സബ്ട്രാക്ട് ചെയ്ത് കഴിയും. അപ്പൊ എനിക്ക് S3 കിട്ടില്ലേ? ഈ 3 സർക്കിളോട് ചേർത്താൽ ഹാഫാണ്. ആ ഹാഫിൽ നിന്ന് ബ്ലൂ എനിക്ക് കിട്ടിയാൽ മതി. ഈ റെഡും കളയണം, ഈ ടിക്ക് ചെയ്തിരിക്കുന്ന യെല്ലോ കൊണ്ട് ടിക്ക് ചെയ്തിരിക്കുന്നതും സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ അത് എത്രയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിനാണ് അവർ W തന്നിരിക്കുന്നത്. എന്താണ് P of W? നമുക്ക് W ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അല്ല, ഇവിടെ തന്നെ ചെയ്യാം. P of W എന്ന് പറഞ്ഞാല് S2 can solve the problem and S3 cannot solve the problem. P of S2 സോൾവ് ചെയ്യണം, ബട്ട് S3 സോൾവ് ചെയ്യരുത്. P of W. S2 can solve the problem and S3 cannot solve the problem. ശരിക്കും അത് ഈ പോർഷൻ അല്ലേ? അതായത് ഞാനത് ഒരു യെല്ലോ കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്യും. ശരിയല്ലേ? യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ അല്ലേ? S2 സോൾവ് ചെയ്തിട്ടുണ്ട്, അവിടെ S3 കയറി വന്നിട്ടില്ലല്ലോ. അപ്പൊ ദിസ് ബിക്കം 1/12 P of W അല്ലേ അത് അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 1/12. അപ്പൊ അത് സബ്ട്രാക്ട് ചെയ്താൽ പോരെ ഇവിടെ നിന്ന്.
ദാറ്റ് ഈസ് 36 LCM ആയിട്ട് എടുത്താൽ 18 മൈനസ് 2 മൈനസ് 3. 18 മൈനസ് 5, 13/36. ഓപ്ഷൻ എ is correct. ക്ലിയർ അല്ലേ? പി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പി ഓഫ് ബ്ലൂ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഞാൻ ചെയ്തിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ടോട്ടൽ മൈനസ് റെഡ് മൈനസ് യെല്ലോ അല്ലേ? ബ്ലൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടോട്ടൽ യൂണിയനിൽ നിന്ന് റെഡും യെല്ലോയും ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് 13/36 അല്ലെങ്കിൽ ഫോർമുല അപ്ലൈ ചെയ്യാട്ടോ. ഇവിടെ ഞാൻ പ്രധാനമായിട്ട് ഫോർമുല ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഡയറക്റ്റ് അങ്ങ് ചെയ്തേ ഉള്ളൂ. ഈ ടോട്ടലിൽ നിന്ന് റെഡും യെല്ലോയും സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ ബ്ലൂ പോർഷന്റെ ആൻസർ കിട്ടി. അല്ലെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ എ കിട്ടും. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ that R denote set of real numbers, define a function, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. Which of the following statements is true? ഡിഫറൻഷ്യബിലിറ്റിയെ കുറിച്ചും ഇൻക്രീസിങ് ഡിക്രീസിങ്ങിനെ കുറിച്ചും ലോക്കൽ മിനിമം മാക്സിമത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ ഇറ്റ് ഈസ് കണ്ടിന്യൂവസ്. സംശയമുണ്ടോ? ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂവസ്. കാരണം എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 കിട്ടും അല്ലെ? 0 പ്ലസ് 0 മൈനസ് എടുത്താൽ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x നിങ്ങൾക്ക് അറിയാം. ഓസിലേറ്റ് സൈൻ 1/x -1നും 1നും ഇടയിൽ വരുന്നു. ഇൻറ്റു 0 വരുമ്പോൾ എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി. സൈൻ 1/x, x tends to 0, sin 1/x and cos 1/x is a finite quantity which lies between -1 and 1. Into 0, answer becomes 0. So this quantity 0, this quantity 0, answer becomes 2. And also f of 0 equal to 2. So continuous, function is continuous at x equal to 0. X equal to 0 is continuous ആണ്. ഇനി ഡിഫറൻഷ്യബിലിറ്റിയെ കുറിച്ച് പറയുന്നു. ഡിഫറൻഷ്യബിലിറ്റിയെ കുറിച്ച് ഒന്നെങ്കിൽ ഡിഫറൻസിയേഷൻ നടത്തിയിട്ട് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും നോക്കാം. അപ്പൊ ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫംഗ്ഷൻ 2 - 2x², which is a polynomial function which is differentiable everywhere. ഇതൊന്ന് ചെക്ക് ചെയ്താൽ മതി. x² sin 1/x ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഡിഫറൻഷ്യബിൾ, ഇത് ഡിഫറൻഷ്യബിൾ ആണ്, ഇതും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഡിഫറൻഷ്യബിൾ മൈനസ് ഡിഫറൻഷ്യബിൾ ഇറ്റ്സ് ഓൾവേസ് ഡിഫറൻഷ്യബിൾ. അപ്പൊ നമുക്ക് x² - sin x മാത്രം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ h of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ x² ഇൻറ്റു sin 1/x എടുത്താൽ h dash of 0 plus right hand derivative limit h tends to 0 h of 0 plus h അപ്പോൾ h² into sin 1/h minus h of 0 0 by h. h cancelled. ഈ h താഴേക്ക് വരുമ്പോൾ 1/h എഴുതും. ലിമിറ്റ് h tends to 0 sin 1/h by 1/h ആൻസർ become 1. Also h dash of 0 minus right hand derivative limit h tends to 0 f of 0 minus h ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ h² വരും. സൈൻ ഓഫ് മൈനസ് h വരുമ്പോൾ മൈനസ് സൈൻ h വരും. സൈൻ 1/h മൈനസ് 0 ബൈ മൈനസ് h വരും. ഒരു h കട്ടായി പോയി, മൈനസ് പ്ലസ് ആയി പോയി, പഴയ സിറ്റുവേഷൻ തന്നെ വരും. So this second function x² minus sin x
എക്സ് സ്ക്വയർ മൈനസ് സൈൻ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1 by x, x square into sin 1 by x is differentiable at x equal to 0. So this differentiable minus differentiable, the function is differentiable at x equal to 0. Option A is wrong. ബിയും സിയിലും അവർ പറയുന്നത് there is a positive real number delta എന്നൊരു പോസിറ്റീവ് റിയൽ നമ്പർ ഉണ്ട് such that f is decreasing function on the interval 0 to delta. For any positive real number delta, f is not an increasing function on the interval minus delta to 0. ഇൻക്രീസിങ് ഡിക്രീസിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നുകിൽ ഇത് ഡിഫറൻസിയേഷൻ നടത്തി നോക്കണം. ഫസ്റ്റ് ഡിഫറൻസിയേഷനിലൂടെയാണ് നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ് ചെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ f of x is equal to 2 minus x square outside എടുത്താൽ 2 plus sin 1 by x. ശരിയല്ലേ? 2 plus sin 1 by x. ഇതിന്റെ ഗ്രാഫ് നമുക്ക് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ടൊന്ന് വരച്ചാൽ എക്സിന് 0 കൊടുക്കുമ്പോൾ ആൻസർ become 2. f of 0 2 ആണ്. f of 0 പ്ലസ് 0യുടെ റൈറ്റിലുള്ള വാല്യൂ ഏത് കൊടുത്താലും ഇത് 2 മൈനസ് 0യുടെ റൈറ്റിലുള്ള വാല്യൂ കൊടുത്താൽ ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. കാരണം 0 പ്ലസ് സ്ക്വയർ വരുന്നു 2 പ്ലസ് this lies between minus 1 to 1 sin 1 by x. അപ്പൊ ഇത് -1 to 1 വരുന്നു, +2 വരുന്നു, പോസിറ്റീവ് ക്വാണ്ടിറ്റി വരുന്നു. അപ്പൊ ഈ എൻറ്റയർ ക്വാണ്ടിറ്റി പോസിറ്റീവാ. ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പൊ 2ൽ നിന്നൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കുറച്ചാൽ അത് 2വിനേക്കാൾ താഴെയായിരിക്കും. അപ്പൊ ഈ ഗ്രാഫ് താഴേക്ക് വരാനാണ് സാധ്യത. അതുപോലെ തന്നെ f of 0 മൈനസ് എടുത്താൽ ഇതേ സംഭവം തന്നെ 2 മൈനസ് സ്ക്വയർ ആണ് വരുന്നത്. ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. 2 പ്ലസ് -1 to 1 ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ 2 മൈനസ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും അല്ലേ? 2വിനേക്കാൾ ലെസ് ആയിരിക്കും. 2 മൈനസ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി വിച്ച് ഇസ് ലെസ് ദാൻ 2 ആയിരിക്കും. അപ്പോൾ 0യുടെ ലെഫ്റ്റ് എടുത്താലും 0യുടെ മൈനസ് എടുത്താലും ഫംഗ്ഷൻ താഴേക്ക് വരും. അപ്പോൾ ഓപ്ഷൻ ബി, ദർ ഇസ് എ പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ സച്ച് ദാറ്റ് എഫ് ഇസ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ ഫ്രം 0 ടു ഡെൽറ്റ. ശരിയല്ലേ? ഇത് ഡിക്രീസിംഗ് അല്ലേ? ഇപ്പൊ ഇവിടെ ഡെൽറ്റ എടുക്കുന്നു നമ്മൾ, പോസിറ്റീവ് റിയൽ നമ്പർ 0 സംതിങ് എന്തായാലും കുഴപ്പമില്ല, നൈബർഹുഡ് ക്ലോസ് ആയാലും കുഴപ്പമില്ല. 0 മുതൽ ഡെൽറ്റ വരെ ഇത് ഡിക്രീസിംഗ് ആണ്. സോ ദിസ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. There is a positive real number delta such that f is decreasing on the interval 0 to delta. For any positive real number delta, the function f is not an increasing function. അല്ലല്ലോ, ഇത് increasing അല്ലേ? x കൂടുന്നു, അപ്പോൾ y കൂടുന്നു. An increasing function. ഇത് തെറ്റാണ്. ഇവിടെ ഡെൽറ്റ എടുത്താൽ ഇവിടെ മൈനസ് ഡെൽറ്റ വരും. മൈനസ് ഡെൽറ്റ മുതൽ 0 വരെ അത് increasing ആണ്. At x equal to 0 is a point of local minima. അല്ലല്ലോ, 0 കൊടുത്തപ്പോ എനിക്ക് ലോക്കൽ മാക്സിമം അല്ലേ കിട്ടിയേക്കുന്നത്. ഗ്രാഫ് ഇങ്ങനെയല്ലേ പോകുന്നത്. സോ at x equal to 0 2 മാക്സിമം ആണ് വരുന്നത്. അപ്പൊ ഇതും തെറ്റാണ്. at x equal to 0 ഒരു ലോക്കൽ മാക്സിമം കിട്ടുന്നു. സോ ആ ഓപ്ഷൻ തെറ്റ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ വഴി ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ 3-dimensional geometry എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. L1 be the line
ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഗിവൺ പ്ലെയിൻസ്. രണ്ട് പ്ലെയിൻ തന്നിട്ടുണ്ട്. രണ്ട് പ്ലെയിൻ, ഈ രണ്ട് പ്ലെയിനോട് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഒരു ലൈൻ ഫോം ചെയ്യും. ടു പ്ലെയിൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഒരു ലൈൻ ഫോം ചെയ്യും. ആ ലൈനാണ് L1. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ ഡയറക്ഷൻ റേഷ്യോ ഓഫ് L1 എന്ന് പറഞ്ഞാൽ, ഡയറക്ഷൻ റേഷ്യോ ഓഫ് L1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. 2i + 3j + k ക്രോസ് i + 2j + k. Direction ratio of line of intersection of two planes is n1 cross n2. കാരണം ഈ രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിന്റെ ഡയറക്ഷൻ റേഷ്യോ വരുന്നത്. അപ്പൊ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ നമുക്കൊന്ന് കണ്ടുപിടിച്ചേക്കാം. ഡിറ്റർമിനന്റ് i j k 2 3 1 1 2 1 ശരിയല്ലേ? ഈക്വൽ ടു i into 3 minus 2 that is 1 minus j into 2 minus 1 that is also 1 plus k into 4 minus 3 this is k. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ ഓഫ് L1 എന്ന് പറയുന്നത് 1 minus 1 1 ആയിരിക്കും അല്ലെ? ഡയറക്ഷൻ റേഷ്യോ ഓഫ് L1 എന്ന് പറയുന്നത് 1 minus 1 1 ആയിരിക്കും. തെറ്റിട്ടില്ലല്ലോ. ഇനി എന്താ പറയുന്നത്? L2 be a line passing through the point P2 minus 1 3 and parallel to L1. See, അപ്പൊ L2ന്റെ ഇക്വേഷൻ ഞാൻ എഴുതുവാണ്. L2 x minus x1 by a equal to y minus y1 by b equal to z minus z1 by c. പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്, അത് P ആണ്. x minus 2 y plus 1 z minus 3 x minus x1 by a. a എന്ന് പറയുന്ന ഡയറക്ഷൻ റേഷ്യോ. ഡയറക്ഷൻ റേഷ്യോ തന്നിട്ടില്ല, പക്ഷെ അവർ പറയുന്നു L2 be a line passing through this and parallel to L1. അപ്പൊ L1ന്റെ ഡയറക്ഷൻ റേഷ്യോ നമുക്ക് ഇവിടെ എടുക്കാം. 1 minus 1 1. ഇതാണ് L2ന്റെ ഇക്വേഷൻ. ലെറ്റ് M denote the plane given by the equation. ഒരു പ്ലെയിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, M എന്ന് പറയുന്നു. സി this is M, plane M. ഇതിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. Suppose that line L1 meet the plane M at the point Q. R be the foot of the perpendicular drawn from P to the plane M. ഒന്ന് നോക്കൂ നിങ്ങൾ. ഇവിടെ P എന്നൊരു പോയിന്റ് ഉണ്ടെന്നിരിക്കട്ടെ. ഇതാണ് L2 എന്ന് പറയുന്ന ലൈൻ എന്നിരിക്കട്ടെ. ഈ L2 എന്ന് പറയുന്ന ലൈൻ M എന്ന് പറയുന്ന പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് Q. ആ പ്ലെയിൻ ഇങ്ങനെ ഇരിക്കുന്നു, ഇതിങ്ങനെ പോകുന്നു L2. ഇവിടെ നിന്നൊരു ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഈ പ്ലെയിനിലേക്ക് വരയ്ക്കുന്നു, അതാണ് R. ഇതെല്ലാം ഈ പ്ലെയിനിലാട്ടോ വരുന്നത്, ഈ പ്ലെയിനിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ. ഇനി ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്യണം. ഒന്ന്, ലെങ്ത് ഓഫ് പി ക്യു ഓഫ് ലൈൻ സെഗ്മെന്റ് പി ക്യൂന്റെ ലെങ്ത് കണ്ടുപിടിക്കണം, QR-ന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് R എന്ന് പറയുന്ന പോയിന്റും Q എന്ന് പറയുന്ന പോയിന്റും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അങ്ങനെ ചെയ്യാം. R എന്ന് പറയുന്ന പോയിന്റും Q എന്ന് പറയുന്ന പോയിന്റും എങ്ങനെ കണ്ടുപിടിക്കും? ഈ L2-ലെ ഒരു ആർബിട്രറി പോയിന്റ് കണ്ടുപിടിക്കുക. L2-ലെ ഒരു ആർബിട്രറി പോയിന്റ് കണ്ടുപിടിക്കുക. അതിനകത്ത് അത് ഈ M-ൽ കൊടുക്കുക. അപ്പൊ Q കിട്ടും അല്ലെ? M എന്ന് പറയുന്നത് എന്താണ്? 2x plus y
മൈനസ് 2z ഈക്വൽ ടു 6 ആണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈക്വൽ ടു ലാംഡ എന്ന് കൊടുത്താൽ Q എന്ന് പറയുന്ന പോയിന്റ് എന്ത് വരും? Q is the point lambda plus 2 minus lambda plus 1 lambda plus 3. This is Q. ഈ പോയിന്റ് എടുത്ത് ഇവിടെ എക്സിനും വൈക്കും കൊടുക്കും, ശരിയല്ലേ? അപ്പൊ എക്സിനും വൈക്കും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും. ലാംഡയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ Q എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോ എമ്മിൽ കൊടുത്തു കഴിഞ്ഞാൽ substitute in m lambda 2 lambda plus 4 minus lambda plus 1 minus 2 lambda minus 6 equal to 6. 2 lambda cancelled, minus lambda 1 plus 4 5, 5 minus 6 minus 1 is equal to 7, lambda equal to minus 7. ലാംഡയുടെ വാല്യൂ അവിടെ കൊടുത്താൽ we get Q. Q is what? ലാംഡയുടെ വാല്യൂ -7 എന്ന് കൊടുത്താൽ -5 8 തെറ്റിട്ടില്ലല്ലോ, 4 2 ഇൻറ്റു ലാംഡ പ്ലസ് 2 4 കിട്ടി, മൈനസ് ലാംഡ പ്ലസ് 1 മൈനസ് 2 ലാംഡ മൈനസ് 6 ഈക്വൽ ടു 6. 12 ചെറിയ തെറ്റുണ്ടല്ലോ, ഇല്ല, 12 5 7 8 പിന്നെ ലാംഡയ്ക്ക് -7 കൂടെ കൊടുത്താൽ -4, ശരിയല്ലേ? ഇപ്പൊ Q കിട്ടി. ഇനി 6 കണ്ടുപിടിക്കാം. 6 കണ്ടുപിടിക്കുന്ന എന്താ? ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ കണ്ടുപിടിച്ചാൽ മതി, അങ്ങനെ നമുക്ക് 6 കിട്ടും. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഫോർമുല നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പോ x1 y1 z ആണെന്ന് വിളിച്ചാൽ x1 മൈനസ് 2 by a 2 is equal to x1 y1 z എന്ന് വിളിക്കുന്നു കേട്ടോ, y1 plus 1 by 1 is equal to, ഇതാണ് പോയിന്റ്, z1 minus 3 by minus 2, x minus x1 by a equal to y minus y1 by b equal to z minus z1 by c equal to minus of ax1 plus by1 plus c by a square plus b square plus c square. അപ്പോൾ ആ പോയിന്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതല്ലെങ്കിൽ അതിലും ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാലും മതി കേട്ടോ. വേറൊരു ഐഡിയ, ഇത് ചെയ്യാൻ കുഴപ്പമില്ല. ഈ പി ആർ എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. പി ആർ ഡിസ്റ്റൻസ് ഫോർമുല, അതല്ലേ കുറച്ചുകൂടെ എളുപ്പം. പി ആർ ഇസ് ഈക്വൽ ടു ax1 2 into 2 plus by1 1 into -1 plus -2 into 3 minus 6 by root of a square plus b square plus c square modulus, അല്ലേ? ax1 plus by1 plus cz1 plus d divided by root of a square plus b square plus c square. അപ്പൊ എന്ത് കിട്ടും? 4 minus 1 3, 3 minus 12 9, 9 by 9 it become 1. തെറ്റിയോ? 6 ലെഫ്റ്റിൽ വരുന്നു, 3 കിട്ടുന്നു, 4 minus 1 1 കിട്ടുന്നു, PR1 കിട്ടുന്നു. PQ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യാം. PQ
root of x2 minus x1 the whole square, 2 minus minus 5, that is 49, plus y2 minus y1 the whole square, that is 81, plus 3 minus 4 the whole square, that is 49, which is equal to, അവർ കൊടുത്തിരിക്കുന്നത് 9√3 എന്നാണ് പി ക്യൂവിന്റെ ലെങ്ത്. 9√3 കിട്ടുമോ? റൂട്ട് ഓഫ് 9√3 കിട്ടുമെന്ന് നോക്കിയേ. 49 പ്ലസ് 49 81 പ്ലസ് 49 പ്ലസ് 49 98, which is equal to root of, ഇതിനകത്തുനിന്ന് ഔട്ട് സൈഡ് എടുത്തിട്ട് കാര്യമില്ല, നമ്പർ തെറ്റിയിട്ടില്ലല്ലോ. റൂട്ട് ഓഫ് 9 179, 9√3, 9√3 എന്ന് പറഞ്ഞാൽ 81 into 3, ശരിയാവുന്നില്ലല്ലോ. ഓപ്ഷൻ എ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ തെറ്റാണ്. പോയിന്റ് ശരിയാണ്. 2 minus 1 3 എന്നുള്ള പോയിന്റ് ശരിയാണ്. Then Q എന്ന് പറയുന്ന പോയിന്റ് ലാംഡയ്ക്ക് -7 ആണ് കിട്ടിയത്. -7 ഇവിടെ കൊടുക്കുന്നു. ലാംഡ +2, ലാംഡയ്ക്ക് കൊടുത്ത പോയിന്റിൽ ചെറിയ തെറ്റുണ്ടല്ലോ. ലാംഡ +2 മൈനസ് ലാംഡ, ഇവിടെ തെറ്റി, മൈനസ് ലാംഡ -1 വരും. മൈനസ് ലാംഡ ദിസ് പോയിന്റ് മൈനസ് ലാംഡ -1 വരും. മൈനസ് ലാംഡ -1, ബാക്കി ഓക്കെ. അപ്പൊ മൈനസ് ലാംഡ -1 ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ തെറ്റി. സോറി, മൈനസ് ലാംഡ -1 അവിടെ കൊടുക്കുമ്പോൾ മൈനസ് ലാംഡ -1 -2 ലാംഡ -6 സീക്വൽ ടു 6 എന്നീ കൊടുക്കുമ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് തെറ്റി. 2 ലാംഡ ക്യാൻസൽഡ്. മൈനസ് ലാംഡ സീക്വൽ ടു 4 minus 6 minus 2, 4 minus 6 minus 2 minus 2 minus 1 minus 3, that is 9. Lambda equal to -9. Lambda equal to -9. Lambda -9 വരുമ്പോൾ ഇവിടുത്തെ പോയിന്റ് മാറും അല്ലേ? ലാംഡയ്ക്ക് -9 കൊടുക്കുമ്പോൾ -7 വരും, പോയിന്റ് മാറി. പിന്നെ ഇവിടെ ലാംഡയ്ക്ക് -9 കൊടുക്കുമ്പോൾ 8 വരും. പിന്നെ ഇവിടെ ലാംഡയ്ക്ക് -9 കൊടുക്കുമ്പോൾ -6 വരും. ശരിയാണോ? -6. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല തെറ്റി, അവിടെ ചെറിയ തെറ്റു. പി ക്യു തെറ്റി. പി ക്യു എന്ന് പറഞ്ഞാൽ പി ആർ തെറ്റിയില്ലായിരുന്നു. പി ആർ കുഴപ്പമില്ല, നമുക്ക് പി ക്യു ആണ് തെറ്റിയത്. പി ക്യു എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് പി ക്യു എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 2 minus 7, that is 81, then 8 minus 1, that is 81, minus 6 minus 3, that is 81. Yes, ആ ഓപ്ഷൻ കറക്റ്റ് ആയിരുന്നു കേട്ടോ. റൂട്ട് ഓഫ് 81 into 3, that is 9√3. ഓപ്ഷൻ എ is true. പി ക്യു is 9√3. ആ ലാംഡ കണ്ടുപിടിച്ചപ്പോൾ ചെറിയൊരു ശ്രദ്ധക്കുറവ് വന്നു, അതുകൊണ്ട് ആൻസർ കംപ്ലീറ്റ് തെറ്റി. പി ക്യു ഈക്വൽ ടു 9√3, ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇനി നമുക്ക് ട്രയാങ്കിൾ പി ക്യു ആർ എടുത്താൽ, ഈ ട്രയാങ്കിൾ പി ക്യു ആർ എടുത്താൽ, ട്രയാങ്കിൾ പി ക്യു ആർ വേണമെങ്കിൽ പൈതഗോറസ് അപ്ലൈ ചെയ്യാം. പൈതഗോറസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി ക്യു എത്രയാണ്? 9√3. അപ്പോൾ 9√3 സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് ക്യു ആർ സ്ക്വയർ. പൈതഗോറസ്. Then what is ഇത് എത്ര കിട്ടിയത്? 81 into 3. 81 into 3.
that is 3, 243, that is 242. 242 is equal to QR square. അല്ലെ? ഇതിന്റെ സ്ക്വയർ 243 വരുന്നു. 243 1 കുറയ്ക്കുന്നു. സോ QR എന്ന് പറയുന്നത് √242. അവര് പറയുന്നത് QR-ന്റെ ലെങ്ത് 15 ആണ്. അത് തെറ്റാണ്. അല്ലെ? √242 ആണ്. അടുത്ത ഓപ്ഷൻ, ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ഇസ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ഇസ്. ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് എന്ന് പറയുന്നത് QR √242 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുന്നത് PR, ദാറ്റ് ഈസ് 1, വിച്ച് ഈസ് ഈക്വൽ ടു 242വിനെ എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്താൻ പറ്റും? 242 അത് തെറ്റില്ലല്ലോ അല്ലെ? 81 ഇൻറ്റു 3. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. PR എന്ന് പറയുന്ന ലെങ്ത് 1 തന്നെയല്ലേ കിട്ടുന്നത്? ലെങ്ത്തിൽ തെറ്റില്ല. 243 കിട്ടുന്നു. -1, 242, 234. QR കണ്ടുപിടിച്ചതിൽ എവിടെയെങ്കിലും ചെറിയ കറക്ഷൻ ഉണ്ടോ? PR എന്ന് പറയുമ്പോൾ 2 × 2 x2 - x1 4 -1 -6 -6 തെറ്റിയില്ല അവിടെ അല്ലേ? Yes. 4 - 13 തെറ്റിയിട്ടില്ലല്ലോ. 4 - 13 പോയിന്റിൽ തെറ്റ് വന്നോ? 2 × 3 that is 9. പോയിന്റിൽ ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ടല്ലോ. 9/3 അല്ലേ? സോറി 9/3 ആണ് വരുന്നത്. സോറി it become 3. ഇപ്പൊ ഇവിടെ ചെറിയ കറക്ഷൻ വന്നു. ഇവിടെ റൂട്ട് ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഇത് 243 -3 square -9 is equal to QR square. So QR is equal to 234 QR square. So QR is equal to √234. QR is equal to √234. QR is equal to √234. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. ഏരിയ is equal to half into base. Area is equal to half into base. Base എന്ന് പറയുന്നത് QR is √234 into height. Height എന്ന് പറയുന്നത് PR is 3, not 1. It becomes 3. So 3/2 into √234. Option C is also correct. Option D, acute angle between PQ and PR. If we take this angle as theta, PQ and PR, cos theta is equal to ഒന്നുകിൽ ഡോട്ട് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുക. അതല്ല, നമുക്ക് എല്ലാത്തിന്റെ ലെങ്ത് അറിയാം അല്ലെ? കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, അത് മതി, ഡോട്ട് പ്രോഡക്റ്റ് വേണ്ട. ഈ പോയിന്റ് വെക്ടറിന്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്താലും മതി, അതിന്റെ ആവശ്യമില്ല. ഇവിടെ PQ എന്ന് പറയുന്നത് അറിയാം, 9√3 ബൈ adjacent is PR by PQ, that is 9√3, which is 1/3√3. അവർ കൊടുത്തിരിക്കുന്ന 1/2√3 ആണ്. അപ്പൊ ആ ഓപ്ഷൻ തെറ്റാണ്. 1/3√3. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് കാൽക്കുലേഷനിൽ ചെറിയ ഇഷ്യൂസ് വന്നു കേട്ടോ,
അതെന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. ഞാൻ അവിടെ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചപ്പോഴും ഇവിടെ കാൽക്കുലേഷൻ ന്യൂമറേറ്റർ 9 ഡിനോമിനേറ്റർ 9 ആണെന്ന് വിചാരിച്ച് ഞാൻ 1 എഴുതി. അല്ല, √9 എന്ന് പറയുമ്പോൾ 3 ആയിരുന്നു. അപ്പോൾ ഓപ്ഷൻ എയും സിയും കറക്റ്റാണ്, ബിയും ഡിയും തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For any 2 points M and N in the xy plane, vector Mn denotes the vector from M to N. Okay. P, Q are 3 distinct points in xy plane. S, a point in a triangle PQR. Triangle PQR such that PQR 3 distinct point, SP a point in the triangle PQR such that SP plus 5SQ plus 6SR equal to 0. E and F are the midpoints of the triangle sides PR. അപ്പോൾ ഇതിനെ ഞാനൊരു വെക്ടർ P എന്ന് വിളിച്ചു, ഇതിന്റെ പൊസിഷൻ വെക്ടർ. ഇത് വെക്ടർ Q, ഇത് വെക്ടർ R. PQR ന്റെ പൊസിഷൻ വെക്ടർ അങ്ങനെ വിളിച്ചു. പിന്നെ ഇ എന്ന് പറയുന്നത് പി ആറിന്റെ മിഡ് പോയിന്റ് ആണ്. സോ ഇയെ നമുക്ക് പി പ്ലസ് ആർ ബൈ 2 എന്ന് എഴുതാം. എഫ് എന്ന് പറയുന്നത് ക്യു ആറിന്റെ മിഡ് പോയിന്റ് ആണ്. എഫ് എന്ന് പറയുന്നത് ക്യു പ്ലസ് ആർ ബൈ 2 എന്ന് എഴുതാം. Length of line segment EF by length of line segment ES. Length of line segment EF by length of line segment ES. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനിലേക്ക് വന്നാൽ ഈ തന്നിരിക്കുന്ന ഐഡിയ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. അപ്പോൾ EF, ലെങ്ത് ഓഫ് ലൈൻ സെഗ്മെന്റ് EF. EF എന്ന് പറയുന്ന വെക്ടർ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. വെക്ടർ EF, വെക്ടർ EF മീൻസ് പൊസിഷൻ വെക്ടർ ഓഫ് F മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് E, ടെർമിനൽ മൈനസ് സ്റ്റാർട്ട്. അപ്പോൾ Q പ്ലസ് R ബൈ 2 മൈനസ് P പ്ലസ് R ബൈ 2. R cancel, it become Q minus P by 2 EF. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ P മൈനസ് സി, ഈ കൺസെപ്റ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി എ ക്യൂ ഓരോന്ന് തന്നിട്ടുണ്ട്, അതിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ P minus OS plus position vector of P minus plus 5 into Q minus OS. അപ്പോ 5Q minus 5OS plus 6 into R minus OS. അപ്പോ 6R minus 6OS is equal to 0. അപ്പൊ ഇതിനകത്തുനിന്ന് എന്ത് കിട്ടും? 6, 8, P plus 5Q plus 6R is equal to 5, 6, 12 OS. 12 OS. 12 OS. അപ്പോ ഇപ്പൊ നമ്മൾ EF കണ്ടു, ES കാണുവന്നിരിക്കട്ടെ. ES എന്ന് പറഞ്ഞാൽ OS മൈനസ് OE. OS എന്ന് പറയുന്നത് P പ്ലസ് 5Q പ്ലസ് 6R ബൈ 12 മൈനസ് OE, പൊസിഷൻ വെക്ടർ ഓഫ് E എന്ന് പറയുന്നത് P പ്ലസ് R ബൈ 2. 12 LCM ആയിട്ട് എടുത്താൽ P പ്ലസ്
5q plus 6r minus 6p minus 6r, which is equal to minus 5p plus 5q, r cancel, by 12. That is 5 into q minus p by 12. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് വെക്റ്റർ ഇ എഫ്, വെക്റ്റർ ഇ എസ്, ഇ എസും ഇ എഫും കിട്ടിയിട്ടുണ്ട്. വെക്റ്റർ ഇ എഫ് ആൻഡ് വെക്റ്റർ ഇ എസ്. ലെങ്ത് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ഇ എഫ്, അതാണ് ക്വസ്റ്റ്യൻ. ലെങ്ത് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ഇ എഫ് which is equal to question length of EF by ES. ലെങ്ത് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇ എഫ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മോഡുലസ് എടുക്കുന്നു. മോഡ് ക്യൂ മൈനസ് പി ബൈ 2 ബൈ 5 into mod q minus p by 12. q minus p cancelled, which is 12 by 2 into 5. 12 by 2 into 5. That is 12 by 10. Answer become 1.2. 1.2. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ട് ഫിഗർ വരയ്ക്കുന്നു. വെക്ടറിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, പി എ ക്യു ആർ ഓരോന്നിന്റെയും പൊസിഷൻ വെക്ടർ എഴുതുന്നു. മറ്റത് മിഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എസ് കണ്ടുപിടിക്കുന്നു. എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let alpha and beta be the real numbers such that limit x tends to 0, its answer become 2, then alpha plus beta. Question ഇതായിരുന്നു, limit x tends to 0, alpha by 2 into integral 0 to x 1 by 1 minus t square dt plus beta x cos x divided by x cube is equal to 2. x-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0, 0 to 0, ഈ ടേം 0, ഈ x-ന് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0, which is in 0 by 0 form. 0 by 0 form. So we apply LH. L'Hopital rule apply ചെയ്യുമ്പോൾ limit x tends to 0, alpha by 2 is a constant. Derivative of upper limit is 1. 1 by 1 minus x square. Newton's Leibniz result. Derivative of upper limit into variable place upper limit കൊടുക്കുന്നു minus plus ഇതിന്റെ ഡിഫറൻസിയേഷൻ minus beta x sin x plus beta cos x. Applying product rule, x into derivative of cos is minus sin plus cos into derivative of x is 1 whole divided by 3x square. Answer become 2.
സീരീസ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 alpha by 2 into 1 by 1 minus x square is written as 1 minus x raised to minus 1. 1 minus x raised to minus 1 is 1 plus x square and so on. It's an infinity series. So this can be written as 1 plus x square. x square വരെ എഴുതിയാൽ മതി, കാരണം ഡിനോമിനേറ്റർ x square ആണ്. ഡിനോമിനേറ്റർ ഡിഗ്രി എത്രയാണോ അത്രയും ടൈംസ് എക്സ്പാൻഷൻ എഴുതിയാൽ മതി ന്യൂമറേറ്റർ. മൈനസ് ബീറ്റ ഇൻറ്റു ബീറ്റ എക്സ് ഇൻറ്റു സൈൻ എക്സിന്റെ എക്സ്പാൻഷൻ എടുത്താൽ എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ, അങ്ങോട്ട് എഴുതേണ്ട ഒരു ആവശ്യമില്ല. പ്ലസ് ബീറ്റ ഇൻറ്റു കോസ് എക്സിന്റെ എക്സ്പാൻഷൻ എടുത്താൽ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഹോൾ ഡിവൈഡഡ് ബൈ 3x സ്ക്വയർ സീക്വൽ ടു 2 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി എന്താണോ സെയിം ഡിഗ്രിയാണ് ന്യൂമറേറ്ററിൽ ആൻസർ ആയിട്ട് വരിക. ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ഈ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് 2 എന്നവർക്ക് കിട്ടിയിരിക്കുന്നത്. എക്സ് സ്ക്വയറിനേക്കാൾ ചെറിയ ഡിഗ്രി എല്ലാം 0 ആയി. അപ്പൊ എക്സ് സ്ക്വയറിനേക്കാൾ ചെറിയ ഡിഗ്രി എന്ന് പറയുമ്പോൾ എക്സിന്റെ ടേം ഇവിടെ ഇല്ല, പിന്നെ എന്താ ഉള്ളത്? കോൺസ്റ്റന്റ് ടേം. ആൽഫ ബൈ 2 ഒരു കോൺസ്റ്റന്റ് ആണ്, പിന്നെ ഇവിടെ എക്സ് വരുന്നതുകൊണ്ട് കോൺസ്റ്റന്റ് ഇല്ല, പ്ലസ് ബീറ്റയും കോൺസ്റ്റന്റ് ആണ്, അത് 0 ആയി പോകും. എക്സ് സ്ക്വയറിനേക്കാൾ ലെസ് കോഎഫിഷ്യന്റ് എല്ലാം 0 ആവും. പിന്നെ എക്സിന്റെ ടൈം ഇവിടെ ഇല്ല, ഇവിടെ എക്സ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സിന്റെ ടൈം ഇല്ല. പിന്നെ എക്സ് സ്ക്വയറിന്റെ ടൈം അതായിരിക്കും ആൻസർ. എക്സ് സ്ക്വയറിന്റെ ടൈം എന്ന് പറഞ്ഞാൽ ആൽഫ ബൈ 2 മൈനസ് ബീറ്റ പ്ലസ് ബീറ്റ, ശരിയാണോ? ബൈ 3 ഈക്വൽ ടു 2. ഇവിടെ മൈനസ് ബീറ്റ എക്സ് സ്ക്വയർ വരും, ഇവിടെ തെറ്റി, ഇവിടെ പ്ലസ് ബീറ്റ അല്ല, പ്ലസ് ബീറ്റ ബൈ 2 ഫാക്ടോറിയൽ ആണ്. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആട്ടോ ഇത്. കോൺസ്റ്റന്റ് ടൈം, ഇത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ബീറ്റ ബൈ 2. ഫ്രം ദിസ് വി ഗെറ്റ് ആൽഫ ബൈ 2 എത്രയായിരിക്കും? മൈനസ് ബീറ്റ കിട്ടും അല്ലെ? ആൽഫ ബൈ 2 ഈക്വൽ ടു മൈനസ് ബീറ്റ. ആ മൈനസ് ബീറ്റ ഇവിടെ കൊടുത്താൽ മൈനസ് 2 ബീറ്റ എന്ന് കിട്ടും. മൈനസ് ബീറ്റ ബൈ 2 എന്ന് വരും, ഈക്വൽ ടു 6. സിംപ്ലിഫൈ ദിസ്. മൈനസ് 5 ബീറ്റ ഈക്വൽ ടു 12. എൽസിയം കാണുന്നു. ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് 12 ബൈ 5. ബീറ്റ ഈക്വൽ ടു മൈനസ് 5 ബൈ 12 എന്നുള്ളത് ഇവിടെ കൊടുത്താൽ ആൽഫ ബൈ 2 ഈക്വൽ ടു മൈനസ് 12 ബൈ 5, ആൽഫ ഈക്വൽ ടു മൈനസ് 24 ബൈ 5. പ്ലസ് ആയിട്ട് വരിക. ബീറ്റയ്ക്ക് മൈനസ് 12 ബൈ 5 കൊടുക്കും, മൈനസ് മൈനസ് പ്ലസ് ആയി. അപ്പൊ ആൽഫ കിട്ടി, ബീറ്റ കിട്ടി. ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്നത് 24 ബൈ 5, ബീറ്റ എന്ന് പറയുന്നത് 12 ബൈ 5. ആൻസർ വെക്കാം 12 ബൈ 5. 12 by 5. 12 by 5 is 2.4. That's the answer. 12 by 5, 2.5. 2.4. Okay. 2.4. ഈ സീരീസ് തന്നെയാണ്. സീരീസ് അപ്ലൈ ചെയ്യുന്നു, ഡയറക്റ്റ് സിംപ്ലിഫിക്കേഷൻ. ഓക്കെ.